ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1ൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് ഫൈബർ ഒപ്റ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ എഴുതാൻ പറ്റും, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഒരു 9 മാർക്കും 10, 11 ഒരു 3 മാർക്കും 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒറ്റ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ 12 മാർക്ക് കിട്ടും. ആ ബോധത്തിലിരുന്ന് വേണം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലാസ്സിൽ എടുത്ത പോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. ജസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കുക, അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് പോകാം, വർത്തമാനം പറഞ്ഞിരിക്കേണ്ട. സിലബസിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത് നോക്കി. ഫൈബർ ഒപ്റ്റിക്സ്, ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്, അക്സെപ്റ്റൻസ് ആംഗിൾ, ന്യൂമറിക്കൽ അപ്പേച്ചർ, ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക് ഫൈബർ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. 6 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് 6 ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ, അത് കുഞ്ഞു ടോപ്പിക്ക്. ഇനി ആദ്യം ഇതിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ പറയാം. ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്, ഇവിടെ നിന്ന് ഒരു എസ്സേ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇവിടെ നാലാമത്തത് ന്യൂമറിക്കൽ അപ്പേച്ചറിൻ്റെ ഡെറിവേഷൻ, അവിടെ നിന്ന് നമുക്കൊരു എസ്സേ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അവിടെ നിന്ന് നമുക്കൊരു എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ ടോപ്പിക്ക്. സിലബസിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഫൈബർ ഒപ്റ്റിക് ഫൈബർ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ആദ്യം ഇവിടെ എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒപ്റ്റിക് ഫൈബർ, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, ഇത്രയാണ് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ആദ്യം ഒന്നാമത്തെ ടോപ്പിക്ക് എന്താണ് ഒപ്റ്റിക് ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഒപ്റ്റിക് ഫൈബർ അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിക് ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈറ്റ് സിഗ്നൽസിനെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം, അതാണ് ഒപ്റ്റിക് ഫൈബർ. അത്രയും പഠിച്ചു നോക്കുക. ലൈറ്റ് സിഗ്നൽസിനെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഒപ്റ്റിക് ഫൈബർ. നമ്മൾ എന്ത് സാധനത്തിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് മിനിമം ലോസ് ആയിരിക്കുമോ മാക്സിമം ലോസ് ആയിരിക്കുമോ വേണ്ടത്? മിനിമം ലോസ് ആയിരിക്കും വേണ്ടത്. കാരണം ഞാൻ ഇവിടുന്ന് ഒരു 10 സാധനം കൊടുത്ത് വിട്ടാൽ അപ്പുറത്ത് ഞാൻ കൊടുക്കാൻ പറഞ്ഞ ആളുടെ അടുത്തും 10 എണ്ണം തന്നെ എത്തണം, അല്ലാണ്ട് അവിടെ ഒരെണ്ണം എത്തിയാൽ പോരാ. അപ്പോൾ മിനിമം ലോസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇവിടുന്ന് ഒരു 10 ലൈറ്റ് സിഗ്നൽസ് കൊടുത്താൽ അപ്പുറത്തെ എൻഡിൽ എത്തുമ്പോഴും എത്ര തന്നെ ഉണ്ടായിരിക്കണം? 10 എണ്ണം തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു മിനിമം 9 എണ്ണെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് അവിടെ ഒരെണ്ണം മാത്രമാണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഭയങ്കര ലോസ് ഉണ്ടായെന്ന് പറയാം. ഇനി 10 എണ്ണം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ലൈറ്റ് സിഗ്നൽസിനെ ചുമ്മാ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്താൽ പോരാ, അവിടെ മിനിമം ലോസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കഴിഞ്ഞു, ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഒപ്റ്റിക് ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സിഗ്നൽസിനെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം വിത്ത് മിനിമം ലോസ് ഓഫ് സിഗ്നൽസിൻ്റെ മിനിമം ലോസ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ചിത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചിത്രം ഒന്നും വരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്താ ഒപ്റ്റിക് ഫൈബർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒപ്റ്റിക് ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒപ്റ്റിക് ഫൈബർ ഇപ്പം തന്നെ പഠിച്ചു പോകണം. ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഇത് കാണുന്ന ഒന്നില്ലെങ്കിൽ 16 അല്ലെങ്കിൽ 17 രാത്രി അല്ലെങ്കിൽ 18 രാവിലെ ആയിരിക്കും കാണുക. അപ്പം ഇനി വേറൊരു ടൈമില്ല നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒപ്റ്റിക് ഫൈബർ എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചല്ലോ, ലൈറ്റ് സിഗ്നൽസിനെ ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു വിത്ത് മിനിമം ലോസ് ഓഫ് സിഗ്നൽ. കഴിഞ്ഞു, അത് മതി. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒപ്റ്റിക് ഫൈബർ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞു, അതും അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് കമ്പണൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിന് മെയിനായിട്ട് 3 കമ്പണൻസ് ആണുള്ളത്. ഇനി പറയുന്ന സാധനം ഇനിയിപ്പോൾ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് എങ്ങനെയെങ്കിലും എഴുതിയെങ്കിലും പഠിക്കുക കേട്ടോ. ഇത് കുഞ്ഞു കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഭയങ്കര ആഴമായി ചിന്തിച്ച് എടുത്ത് പഠിക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് തിയറി പോലെ പഠിച്ചു പോകാൻ പറ്റുന്നതും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് നമ്മളുടെ ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പണൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കമ്പണൻസ് ആണ് പറയുന്നത്. മെയിനായിട്ട് 3 ഭാഗമുള്ള ഈ ചിത്രം വരച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ചിത്രം വരച്ച് വെച്ചാൽ മതി. ഒന്നെന്ന് പറയുന്നത് കോറ്, അതിന് ചുറ്റുമായിട്ട് ക്ലാഡിങ്, അതിന് ചുറ്റുമായിട്ട് കോട്ടിങ്. 3 ഭാഗമാണ് ഒപ്റ്റിക് ഫൈബറിനുള്ളത്. ഏതൊക്കെയുള്ളത്? കോറ്, ക്ലാഡിങ്, കോട്ടിങ്. ഏറ്റവും ഉള്ളിലുള്ളത് കോറ്, അതിന് ചുറ്റുള്ളത് ക്ലാഡിങ്, അതിന് പുറത്തുള്ളത് കോട്ടിങ്. 3 ഭാഗമുണ്ട്. ഏതൊക്കെയാ? കോറ്, ക്ലാഡിങ്, കോട്ടിങ്. പഠിച്ചല്ലോ, കഴിഞ്ഞ്, അത്ര മതി. ചിത്രം വരച്ചു നോക്കുക കേട്ടോ. ഇതിൽ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ന്യൂമറിക്കൽ അപ്പേച്ചർ ഫിഗറില്ല, അക്സെപ്റ്റൻസ് ആംഗിളോ അക്സെപ്റ്റൻസ് കോണോ കമ്പണൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബറോ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചിത്രം അറിയെങ്കിൽ അതിൻ്റെ സൈഡിൽ വരച്ചു നോക്കുക. അപ്പോൾ പേപ്പർ കാണുന്ന മനുഷ്യൻ വിചാരിക്കും, ഓ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഏതോ പഠിച്ച കുട്ടീൻ്റെ പേപ്പറാണ് ഇതെന്ന് വിചാരിക്കും. അപ്പം അറിയുന്ന ഫിഗറൊക്കെ ചുമ്മാ വേസ്റ്റ് ആക്കണ്ട. പേപ്പർ ഇഷ്ടം പോലെ ചോദിച്ചാൽ തരുമല്ലോ, അതൊക്കെ വരച്ച് വെക്കുക, അതിൽ അടയാളപ്പെടുത്തുക. ചുമ്മാ പൊട്ട ഫിഗർ ഒന്നും വരച്ച് വെക്കരുത്, നല്ല ഫിഗർ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ വരച്ച് വെച്ചോ. അപ്പോൾ നിങ്ങൾ പേപ്പർ കാണുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ തോന്നും, കുറച്ച് മാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം കമ്പണൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ 3 കമ്പണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പഠിച്ചോ, ഏതൊക്കെയാ? കോറ്, ക്ലാഡിങ്, കോട്ടിങ്. കോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലൊക്കെ കോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എപ്പോഴും എവിടെ ഉള്ളത്? ഉള്ളിൽ. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം കോറ്, അതിന് പുറത്തുള്ളതാണ് ക്ലാഡിങ്. കോട്ട് എപ്പോഴും നമ്മളിടുക, നമ്മളുടെ ഡ്രസ്സെല്ലാം അതിൻ്റെ പുറത്തല്ലേ കൂട്ടിടുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒപ്റ്റിക് ഫൈബറിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് കോട്ടിങ്. കോറ്, ക്ലാഡിങ്, കോട്ടിങ്. 3 ഭാഗം പഠിച്ചാൽ മതി. കോറുണ്ട്, ക്ലാഡിങ് ഉണ്ട്, കോട്ടിങ് ഉണ്ട്. കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കണം ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് അറിയണം. കോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്. അപ്പോൾ കോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി കോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്. ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ ഡെഫിനിഷൻ എഴുതി വെക്കുക നിങ്ങൾ? ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ. ക്ലാഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ഭാഗം, അത്ര എഴുതി വെച്ചാൽ മതി. ഇനി കോറും ക്ലാഡിങ്ങും, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോറും ക്ലാഡിങ്ങും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് വെച്ചിട്ടായിരിക്കും. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടായിരിക്കും കോറും
ക്ലാഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. കോട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലാസ്റ്റിക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. മെജോറിറ്റി ഓഫ് ദ കേസിലും കോട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് പ്ലാസ്റ്റിക്. അപ്പം കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, കോട്ടിംഗ് ഉണ്ട്. കോർ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, ക്ലാഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തുള്ള ഭാഗം, കോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുറത്തായിട്ട് കാണുന്ന ഭാഗം. ഇത്രയും ഭാഗം പഠിച്ചാൽ മതി, ബാക്കിയുള്ള ഭാഗമൊക്കെ വിട്ടളാം. ഇനി കോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ഇറ്റ് ഇസ് ദ ഇന്നർ മോസ്റ്റ് പാർട്ടാണ്. ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ വേവ് ഗൈഡിംഗ് റീജിയൻ എന്നും കൂടെ കോർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി ക്ലാഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് പുറത്തുള്ള ഭാഗമാണ്. കോറും ക്ലാഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. കോട്ടിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതാ ഈ ഫിഗർ വരയ്ക്കുക, കോറ്, ക്ലാഡിംഗ്, കോട്ടിംഗ്. ഒന്നില്ലെങ്കിൽ ഈ മുകളിലുള്ള ഈ ഫിഗറോ ഏതെങ്കിലും വരയ്ക്കുക, അല്ലെങ്കിൽ ഇത് വരച്ചാലും മതി. ഈ 3 ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതിലപ്പുറം നിങ്ങളോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ കോറുണ്ട്, ഏറ്റവും ഉള്ളിലുള്ള കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, കോട്ടിംഗ് ഉണ്ട്. കോർ വെച്ച് എന്ത് എഴുതണം? ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ മേഡ് അപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ആയിരിക്കും. ഇത് വേവ് ഗൈഡിംഗ് റീജിയൻ എന്ന് കൂടെ അറിയപ്പെടാറുണ്ട്. ഇനി അടുത്ത ഈ കോർ ഹാവിംഗ് ഡയമീറ്റർ 2 to 120 മൈക്രോമീറ്റർ, അതൊന്നും പഠിക്കണമെന്നൊന്നുമില്ല, അതെല്ലാം വിട്ടളാം, പോട്ടെ. അത് പഠിച്ചു വെച്ചാൽ നല്ലത്, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ. ഇനി അടുത്തത് ക്ലാഡിംഗ്. ക്ലാഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അത് മേഡപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ആണ്. ഇനി ഇവിടെ നോക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഉള്ളിലുള്ള ആളാരാണ്? കോറാണ്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത് കോറാണ്. കോറിനായിരിക്കും ഉള്ളിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള, കോർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളെന്നാണല്ലോ അർത്ഥം. കോർന്ന് വെച്ചിട്ട് എന്തിനെങ്കിലും കോർന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ ഈ ഒപ്റ്റിക് ഫൈബറിൻ്റെ മെയിൻ പാർട്ടാണ് കോർ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് കോറിനായിരിക്കും, എന്തിനേക്കാളും ക്ലാഡിങ്ങിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് കോറിനായിരിക്കും. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. കോറിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ കോറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുക. കഴിഞ്ഞു, അത്ര പഠിച്ചു വെക്കുക, മതി. ഇനി ക്ലാഡിങ്ങിൽ ആ ഒരു പോയിന്റ് കൂടെ എഴുതി വെക്കുക. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് കോർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്ലാഡിങ്ങിന് കോറിനേക്കാൾ കുറവായിരിക്കും. കാരണം കോറിനാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് മറക്കരുത്. കോറിനാണ് ക്ലാഡിങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഞാൻ ഈ 2-3 വട്ടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ മൂന്നാമത്തെ ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്, കോട്ടിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ജാക്കറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് റീജിയൻ ആണ്. ആ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. ഏറ്റവും പുറത്തുള്ള ഭാഗം ഇതുണ്ടോ, ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് കോട്ടിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് റീജിയൻ ആണ് നമ്മുടെ കോട്ടിംഗ് എന്ന് പറയുന്നത്. അത് തന്നെ ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് എഴുതി വെക്കുക. ഇനി കോറിനെയും ക്ലാഡിങ്ങിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോട്ടിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് പ്രൊട്ടക്റ്റീവ് ജാക്കറ്റ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? കോറും ക്ലാഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് മേഡപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഇതും എന്താ? മേഡപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. അപ്പോൾ ഈ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ടുള്ള സാധനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കോട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് പ്ലാസ്റ്റിക്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്ലാസ്റ്റിക് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒപ്റ്റിക് ഫൈബറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒപ്റ്റിക് ഫൈബർ എന്താണെന്ന് പഠിച്ചു, ഒപ്റ്റിക് ഫൈബറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു, ഒപ്റ്റിക് ഫൈബറിൻ്റെ 3 കമ്പണൻസും പഠിച്ചു, അതിനെക്കുറിച്ച് എഴുതാനുള്ള കാര്യങ്ങളും പഠിച്ചു. കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സിലബസിലെ ഒന്നാമത്തെ ടോപ്പിക് നമ്മളുടെ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ടോപ്പിക് വർക്കിംഗ് ഓഫ് ഒപ്റ്റിക് ഫൈബർ. എന്താ പ്രിൻസിപ്പിൾ? നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു, എന്താ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യം റിഫ്രാക്ഷൻ. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചാണ്, പക്ഷെ ഒന്ന് കേട്ടിരുന്നിട്ട് പൊക്കോ. റിഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കിടക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ലൈറ്റ് ഇവിടെ എത്തി, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? പാത്തിനൊരു ഡീവിയേഷൻ സംഭവിച്ചു. അതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് റിഫ്രാക്ഷൻ. പഠിച്ചല്ലോ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഇനി ഡെഫിനിഷൻസ് എല്ലാം കാണാപാഠം പഠിച്ചു പോകണമെന്നുള്ള നിർബന്ധമില്ല. നിങ്ങൾക്ക് മനസ്സിലായ സാധനം നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് കിട്ടും. പക്ഷേ എഴുതുമ്പം നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ വേർഡ്സിൽ എഴുതുമ്പോൾ നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. കഴിഞ്ഞു, അതാടപ്പെട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ള സാധനമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുന്ന പരിപാടിനെ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഇന്റേണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പറയത്തില്ലേ ഇന്റേണൽ ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ്. എക്സ്റ്റേണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള സാധനങ്ങൾ. അപ്പോൾ ഇന്റേണൽ എന്ന് വെച്ചാൽ ഉള്ളിൽ, ഇൻസൈഡ്. ഇനി ടോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള അർത്ഥം. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് എന്തിനെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഇപ്പം ഒപ്റ്റിക് ഫൈബറിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒപ്റ്റിക് ഫൈബറിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് നടക്കുന്ന പരിപാടിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എഴുതി വെച്ചാൽ പോരാ, നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് എഴുതണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് 2 കണ്ടീഷൻസ് ഉണ്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടി, അതറിയണം. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് അതിനൊരു ഫിഗർ ഉണ്ട്, അതും കൂടെ എഴുതണം. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ
റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലൈറ്റ് ഇതാ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്കെയിൽ വെച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. നേരെ ഇത് ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് കൂടിയായിരുന്നു പോകേണ്ടത്. പക്ഷേ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഒരു ചേഞ്ച് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. അപ്പം ഇത് വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്, ഇത് എയർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ ഈ വാട്ടറിൽ നിന്ന് എയറിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ഇതാ കുറച്ചും കൂടെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോയത്. അപ്പോൾ അവിടെ എന്ത് നടന്നു? റിഫ്രാക്ഷൻ നടന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇൻസിഡൻറ്റ് റേൻ്റെ ആംഗിൾ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് ആക്കിയെന്ന് വിചാരിച്ചോ, കുറച്ചും കൂടെ കൂട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ റിഫ്രാക്റ്റഡ് റേ എന്താക്കും? കുറച്ചും കൂടെ താഴത്തേക്ക് ചെരും, ഈ വീലിലേക്ക് കൂടെ ഇങ്ങനെ പോകും. ഇനി കുറച്ചും കൂടെ കൂട്ടിയെന്ന് വിചാരിച്ചോ, ഈ റിഫ്രാക്റ്റഡ് റേ എന്താക്കും? നമ്മളുടെ ഈ നേരെ ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ഉണ്ടാക്കിയിട്ട് നിൽക്കും. റിഫ്രാക്ഷൻ ഇവിടെ കണ്ടോ, ഈ നമ്മളെ നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആർ എന്ന് പറയുന്നത്. ഈ ഇൻസിഡൻറ്റ് റേ ഒരു പ്രത്യേക ആംഗിളിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ രണ്ടാമത്തെ ഫിഗർ നോക്ക്, ഒരു പ്രത്യേക ആംഗിളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രിയിൽ വരും. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് മനസ്സിലായല്ലോ? ഒരു പ്രത്യേക ആംഗിളിൽ ഇൻസിഡൻറ്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലാവും. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ഇവിടെ ഒരു 90 ഡിഗ്രി അല്ലേ, ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ നോർമലുമായിട്ട് റിഫ്രാക്റ്റഡ് റേ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത്? 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ആ ആംഗിളിനെ പറയുന്ന പേരാണ്, ആ ഇൻസിഡൻറ്റ് ആംഗിളിനെ പറയുന്ന പേരാണ്, ഇവിടെയുള്ള ആ ഇൻസിഡൻറ്റ് ആംഗിൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ ഫിഗർ വരച്ച് വെക്കണം കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ വരച്ച് വെക്കണം. ഇനി ഇതിപ്പം ഇതിൽ കൂടെ പോയി, അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ആ മുകളിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇനി ഇത് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് നേരെ ഉള്ളിലേക്ക് തന്നെ വരും, ഇത് നേരെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരും. അതിന് പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് ഉള്ളിലേക്ക് തന്നെ ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പരിപാടിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദ കംപ്ലീറ്റ് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻസൈഡ് എ മീഡിയം വെൻ ലൈറ്റ് ട്രൈസ് ടു മൂവ് ഫ്രം ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എന്താണോ എഴുതാൻ പറ്റുന്നത് അത് എഴുതി വെക്കുക. എന്നിട്ട് ബാക്കി എന്ത് എഴുതണം? ഇത് എഴുതണം. കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ 2 കണ്ടീഷൻ ഉണ്ട്. ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. ലൈറ്റ് എപ്പോഴും ഡെൻസർ ടു റെയറർ മീഡിയം ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ലൈറ്റ് എപ്പോഴും ഡെൻസർ ടു റെയറർ മീഡിയം ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ഡെൻസർ മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒന്നുമില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് ഡെൻസർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞത് എന്താണ്? റെയറർ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയം എന്ന് പറയുന്നത് റെയറർ മീഡിയം. കൂടിയത് ഡെൻസർ, കുറഞ്ഞത് റെയറർ. അപ്പോൾ ലൈറ്റ് എപ്പോഴും ഡെൻസർ ടു റെയറർ മീഡിയം ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനേക്കാളും കൂടുതലായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായ, അതായത് ഈ സാധനം കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേതിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ 2 കണ്ടീഷൻ പഠിച്ചാലോ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു, 2 കണ്ടീഷൻസ് പഠിച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ ലൈറ്റ് എപ്പോഴും ഡെൻസർ ടു റെയറർ മീഡിയം പോകണം. രണ്ടാമത്തെ കണ്ടീഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഏത് ആംഗിളിലാണോ വന്ന് അത് വീഴുന്നത് ആ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മിനിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതും ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ്, ഫോർ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ മേക്ക് 90 ഡിഗ്രി വിത്ത് നോർമൽ. ഇത് കണ്ടോ, ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നതും ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ തന്നെയാണ്. ആ ആംഗിൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എത്രയാക്കുന്നു? നോർമലുമായിട്ട് 90 ഡിഗ്രി ആക്കുന്നു. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ ദ മിനിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ മേക്ക് 90 ഡിഗ്രി വിത്ത് നോർമൽ. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് ഫുള്ള് കഴിഞ്ഞു, ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗമാണ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം ഡെൻസർ മീഡിയം. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയറർ മീഡിയം എന്ന് പറഞ്ഞു. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ? റിഫ്രാക്റ്റീവ്, ഇത് 2 വേർഡ്സ് ഉണ്ടല്ലോ ഇവിടെ, റിഫ്രാക്റ്റീവ് പ്ലസ് ഇൻഡെക്സ്, അങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായത്. റിഫ്രാക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ടു റിഫ്രാക്ഷൻ, റിഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടൈമാണ് റിഫ്രാക്റ്റീവ് എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് ഉണ്ടാകുന്ന ബെൻഡിങ്ങിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്റ്റീവ് എന്ന് പറയുന്ന ടേം ഇറ്റ്സ് റിലേറ്റഡ് ടു റിഫ്രാക്ഷൻ. ഈ ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറാണ്. നിങ്ങൾ കേട്ടില്ലേ പോപ്പുലേഷൻ ഇൻഡെക്സ് എന്നൊക്കെ കേട്ടില്ലേ? അതൊരു നമ്പറാണ്. ഒരു നമ്പറാണ്, എത്രത്തോളം ഉണ്ട്. പോപ്പുലേഷൻ ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ജനസംഖ്യ ഉണ്ട്, അങ്ങനെയല്ല. പോപ്പുലേഷൻ ഇൻഡെക്സ് ഇങ്ങനെ അവിടെ നിൽക്കട്ടെ, അതിൽ വേറെയും കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒരു ജസ്റ്റ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ഒരു നമ്പറാണ്, എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു നമ്പറാണ് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എത്രത്തോളം ലൈറ്റ് ബെൻഡ് ചെയ്തു. റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ബെൻഡിങ് ആണ്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ ബെൻഡിങ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പാതയിൽ വരുന്ന ഡീവിയേഷൻ, അതിനെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
എത്രത്തോളം ലൈറ്റ് ബെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു നമ്പർ, അതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് മീഡിയംസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കാണാപ്പാടം പഠിക്കണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൊടുത്തേ ഉള്ളൂ. വാക്കോത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്, എയറിൻ്റെ 1 ആണ്, 1.0000 അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ജനറൽ ആയിട്ട് അത് അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് എടുക്കാറുള്ളത്. വാട്ടറിന് എയറിനെക്കാട്ടും കുറച്ചും കൂടെ ഡെൻസിറ്റി ഉണ്ട്, ഐസിന് അതിനെക്കാട്ടും ഡെൻസിറ്റി ഉണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ പിന്നെ കൂട്ടത്തിൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മറ്റേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് എന്ന് പറയുന്നത് ഡയമണ്ടിനാണ്. അതെന്ന് പറയുന്നത് 2.417 ആണ്. അത്രേ ഉള്ളൂ ഇവിടെ ഈ കൊടുത്ത ടേബിൾ എന്ന് പറയുന്നത്. ഇത് കാണാപ്പാടം പഠിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പഠിച്ചു, റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഇതാ ഈ ഫിഗറും കൂടെ പഠിച്ചു വെക്കുക, ഈ ഫിഗറും കൂടെ വരച്ചങ്ങ് പഠിച്ചു വെക്കുക, കഴിഞ്ഞ്. പിന്നെ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഏതൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് ലൈറ്റ് എപ്പോഴും ഡെൻസർ ടു റെയറർ മീഡിയം പോകണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. അത്രയും പഠിച്ചാൽ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് കഴിഞ്ഞു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആണ് നോക്കാനുള്ളത്. ദാ ഈ സാധനം ഒന്ന് പഠിച്ചു വെക്കണം. 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലും രണ്ടാമത്തത് മോഡ്സിൻ്റെ ബേസിലും. ഓൺ ദ ബേസിസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഒന്നെന്ന് പറയുന്ന സ്റ്റെപ്പ് ഇൻഡെക്സ്, രണ്ടാമത്തെന്ന് പറയുന്ന ഗ്രേഡഡ് ഇൻഡെക്സ്. നിങ്ങൾ ക്ലാസ്സിൽ എത്തണമെങ്കിൽ താഴേന്ന് കുറേ സ്റ്റെപ്പ് കയറിയിട്ടല്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ എത്തുക. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സ്റ്റെപ്പ് കയറിയാലേ ഗ്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ്, ഗ്രേഡ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. എന്തിൻ്റെ ബേസിലാണ്? ഇതിൽ തന്നെയുണ്ട് സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ്, 2 ഗ്രേഡഡ് ഇൻഡെക്സ്. കഴിഞ്ഞ് പഠിച്ചേ. ഇനി അടുത്തത് മോഡ്സിൻ്റെ ബേസിൽ ഏത് മോഡിലാണ്, അതായത് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി. നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ, പൈസ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തുണ്ട്? ഓൺലൈൻ മോഡുണ്ട്, ഓഫ്ലൈൻ മോഡുണ്ട്. ഒന്നില്ലെങ്കിൽ ഓൺലൈൻ വഴി പൈസ അടക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നേരിട്ട് കൊണ്ടുപോയിട്ട് പൈസ അടക്കാം. അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. വഴി എന്നുള്ള അർത്ഥം, അതായത് വഴി അല്ലെങ്കിൽ രീതി എന്നുള്ള അർത്ഥമാണ് നമ്മുടെ ഈ മോഡ്സ് എന്നുള്ള രീതി വെച്ചിട്ട്, മോഡ്സ് എന്ന് പറയുന്ന വേർഡ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ആയിട്ടോ അതിന് ഡെക്കറേഷൻ ഒന്നുമില്ല. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഇപ്പം തന്നെ പഠിച്ചോണേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ്, 2 ഗ്രേഡഡ് ഇൻഡെക്സ്. സ്റ്റെപ്പ് കയറിയാലേ ഗ്രേഡ് കിട്ടുള്ളൂ എന്ന് ആലോചിക്കുക. സ്റ്റെപ്പ് കയറി പോന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ ഇരുന്നിട്ട് ടീച്ചർമാർ പറയുന്നതൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേഡ് കിട്ടുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും എന്തിൻ്റെ ബേസിലാണ്? ഇൻഡെക്സിൻ്റെ ബേസിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡഡ് ഇൻഡെക്സ്. രണ്ടാമത്തത് മോഡ്സിൻ്റെ ബേസിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ മോഡ്, മൾട്ടി മോഡ്. സിംഗിൾ മോഡ്, മൾട്ടി മോഡ്. കഴിഞ്ഞു. ഇനി നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി അറിയാം നമുക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡഡ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു, ആദ്യം പഠിച്ച സമയത്ത് പറഞ്ഞു കോറിനാണ് ക്ലാഡിങ്ങിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും കൂടുതലായിരിക്കുക എന്ന് പറഞ്ഞു. കോറിനാണ് ക്ലാഡിങ്ങിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഈ കോറിൻ്റെ സെൻറ്ററിൽ ഈ O എഴുതിയ പോയിൻ്റാണ് സെൻറ്റർ നിങ്ങളങ്ങ് വിചാരിക്കും. അവിടെ നിന്ന് ഈ ക്ലാഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്ത് മാറ്റം വരുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്നും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ആ വേർഡിൽ തന്നെ നോക്കിയേ സ്റ്റെപ്പ്. നമുക്ക് സാധാ സ്റ്റെപ്പ് അറിയാലോ, നിങ്ങളൊക്കെ സ്റ്റെപ്പ് കയറിയിട്ടല്ലേ വരലുള്ളത് ക്ലാസ്സിലേക്ക്. അപ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സും ഫൈബറും പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റെപ്പ് കയറുന്ന ആലോചിക്കുക, ഒന്ന് ഏതെങ്കിലും ഒരു കുന്ന് കയറുന്നതും ആലോചിക്കുക. സ്റ്റെപ്പ് കയറുമെന്ന് വിചാരിച്ചോ. ആദ്യം ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു 1.1 വിചാരിക്കുക. നിങ്ങൾ അടുത്ത ചവിട്ടുന്നത് ചിലപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു 1 ആണെന്ന് വിചാരിക്കേ. 1 എന്ന് പറയുന്ന ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകുന്നതോറും കൂടിക്കൂടിയല്ലേ വരും. അപ്പോൾ ഇത് 1, അങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പോൾ 1.2 ആയിരിക്കും. ഇതെന്ന് പറയുന്ന 1.4 ആയിരിക്കും. അടുത്തെന്ന് പറയുന്ന 1.6 ആയിരിക്കും. അടുത്തെന്ന് പറയുന്ന 1.8 ആയിരിക്കും. അങ്ങനെ പെട്ടെന്നായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും വരിക. എന്തിൽ? സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ. ഇനി മല കയറി പോവുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 1 ആണെങ്കിൽ അടുത്തത് 1.1, 1.1 അല്ല 1.01, 1.02, 1.03 അങ്ങനെ കുഞ്ഞിതായിട്ടാണ് കൂടി വരിക. ഇവിടെ മെല്ലെ മെല്ലെയുള്ള ചേഞ്ചാണ് ഉണ്ടാകുന്നത്. പക്ഷേ സ്റ്റെപ്പിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്നുള്ള ചേഞ്ച് വരുന്നത്. ഇവിടെ 1 ആണെങ്കിൽ അത് പെട്ടെന്ന് ചാടി 1.2 ഇവിടെ 1.2 ആണെങ്കിൽ അത് പെട്ടെന്ന് ചാടി 1.4 പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് എന്തിൽ നടക്കുന്നത്? നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലുള്ളത്. അപ്പം സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റെപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുക? സഡൻ ചേഞ്ച് ഇൻ വാല്യൂ ആണ്. പെട്ടെന്നാണ് വാല്യൂവിന് മാറ്റം വരുന്നത്. അപ്പോൾ സഡൻ ചേഞ്ച് ഇൻ വാല്യൂ ഫ്രം 1 ലെവൽ ടു അനദർ ലെവൽ. ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിനെ വെച്ച് നോക്കുന്തോറും പെട്ടെന്നുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പം കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്. കോറ്
കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1.5 ആണെന്ന് വിചാരിക്കുക. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതുണ്ട്. ഈ N1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, അതൊരു 1.5 ആണെന്ന് വിചാരിക്കുക. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് അതൊരു 1.4 ഒക്കെ ആവും. 1.4 ആയെന്ന് വിചാരിക്കുക. അപ്പോൾ 1.5 പെട്ടെന്നുള്ള ഒരു സഡൻ ചേഞ്ച് ആണ് എന്തിലേക്കുള്ളത്, ക്ലാഡിങ്ങിലേക്ക് എത്തുമ്പോൾ വരുന്നത്. പെട്ടെന്ന് ഇവിടെ ഉണ്ടായിരുന്ന 1.5 എന്ന് പറയുന്നത് പെട്ടെന്ന് എന്താവുന്നു, 1.4 ആവുന്നു. ഇതാണ് നിങ്ങൾ വരച്ചു വെക്കേണ്ട ഫിഗർ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ചോദിച്ചാലും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ചോദിച്ചാലും പിന്നെ അതേപോലെ തന്നെ നമ്മളെ സിംഗിൾ മോഡ് ചോദിച്ചാലും മൾട്ടി മോഡ് ചോദിച്ചാലും എല്ലാത്തിലും ഫിഗർ വരച്ചു വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു 1.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. ക്ലാഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇത് 1.5 ആണെങ്കിൽ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.4 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ N1 നിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഉണ്ടാവുക എങ്ങോട്ടേക്ക് പോകുമ്പോൾ, കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുമ്പോൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ്. ഇതിപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് മാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടേ ഉള്ളൂ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത് ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുമ്പോൾ, കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് സംഭവിക്കാം. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ്, നമ്മൾ മല കയറുന്ന പോലെ കേസ് പറഞ്ഞില്ലായിരുന്നോ? ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോർ പറഞ്ഞായിരുന്നല്ലോ, കോറിൻ്റെ ഉള്ളിൽ തന്നെ ആദ്യത്തെ ഈ സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിൽ കോറിൽ ഒരൊറ്റ റിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു എന്താ ഗ്ലാസിൻ്റെ ഒരു റോഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാവുള്ളൂ. ഇനി നമ്മളുടെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആയിരിക്കുമ്പോൾ എന്താ വ്യത്യാസം വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കോൺസെൻട്രിക് ആയിട്ടുള്ള കുറേ വട്ടത്തിലുള്ള കുറേ റിങ് പോലെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവും. അതായത് ഒരെണ്ണം അതിൻ്റെ ഉള്ളിൽ വേറൊരെണ്ണം വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറൊരെണ്ണം വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറൊരെണ്ണം വെച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾ ഈ ചില പാത്രമൊക്കെ കണ്ടിട്ടില്ലേ, ചില കടയിൽ പാത്രമൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടാവും. ഒരു പാത്രം ഉണ്ടാവും, ഒരു വലിയൊരു പാത്രം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സെറ്റായിട്ടൊക്കെ കിട്ടും. നിങ്ങൾ ഇടയ്ക്ക് കടയിലൊക്കെ പോയാൽ കാണാം. അതുപോലെയായിരിക്കും നമ്മുടെ ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറയുക. അതായത് കോർ ഉണ്ടാവും, ആ കോറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരൊറ്റ ലെയർ, അതായത് കോറിനെയും ക്ലാഡിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ലെയറാണ് ഇതാ ഈ കാണുന്ന ഈ വട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇതാ വേറൊരു കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ലെയർ, അതിൻ്റെ ഉള്ളിൽ ഇതാ വേറൊരെണ്ണം, അതിൻ്റെ ഉള്ളിൽ ഇതാ വേറൊരെണ്ണം. അങ്ങനെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കോറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരെ ക്ലാഡിങ്ങിലേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരും. കോറിനായിരിക്കും, കോറിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും ഇതുണ്ടോ റേഡിയലായിട്ട് ഏറ്റവും സെൻറ്റർ, ഇതാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതാ ഈ ലൈൻ, ഈ ഫൈബറിൻ്റെ ഈ ആക്സിസിലായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്ലാഡിങ്ങിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരും. ഇവിടുന്ന് ഇതാ ഇങ്ങോട്ടേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വന്നിട്ട് പിന്നെ ക്ലാഡിങ്ങിന് ഒരൊറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. മറ്റേ സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം, ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ് ഇൻഡെക്സ്. നമ്മൾ പറഞ്ഞില്ലേ സ്റ്റെപ്പ് പോലെ ഉണ്ടാവും. കോറിന് ഒറ്റ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, അവിടെ പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കും ക്ലാഡിങ്ങിലേക്ക് വരുമ്പോൾ. പക്ഷേ ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും സെൻറ്ററിൽ കോറിൻ്റെ ഇതുണ്ടോ, നമ്മുടെ കോറിൻ്റെ ഏറ്റവും സെൻറ്ററിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അവിടെ നിന്ന് ക്ലാഡിങ്ങിലേക്ക് എങ്ങോട്ടേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നു. ഇവിടുന്ന് ക്ലാഡിങ്ങിലേക്ക് വരുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നു. പിന്നെ ക്ലാഡിങ്ങിന് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് പഠിച്ചു, ഗ്രേഡഡ് ഇൻഡെക്സ് പഠിച്ചു. സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാവും, അതായത് പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കും. പിന്നെ ഗ്രേഡഡ് ഇൻഡെക്സ് ആണെങ്കിൽ ഒരു മനുഷ്യൻ മല കയറുന്ന പോലെ ഉണ്ടാവും, ചെറിയ ചേഞ്ചുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഈ ഫിഗർ പിന്നെ ഈ N1 N2 ഇത്രയും സാധനം സ്റ്റെപ്പ് ഇൻഡെക്സിൻ്റെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. എങ്ങനെ ഈ ഫിഗർ വന്നെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ കേസാണെങ്കിൽ ഇത് വരയ്ക്കാൻ പഠിക്കണം. ഇവിടെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സാധനം വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒന്ന് വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഇനി ഇവിടെ എഴുതിയിട്ടുള്ള സാധനമൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാണ്. ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിൽ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ ഫൈബർ ആക്സിസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം തന്നെയില്ലേ, ഫൈബർ ആക്സിസിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കുറഞ്ഞു വരുന്നു. അത് നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി. ഈ ചാപ്റ്ററിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഗറൊക്കെ മര്യാദയ്ക്ക് വരയ്ക്കാൻ അറിയാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നിങ്ങളുടെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അല്ലാണ്ട് വലിയ എന്താ പറയുക ഇതിലുള്ള പോലെ കാണാപ്പാടം പഠിച്ച് എഴുതണം എന്നുള്ള ഒരു നിർബന്ധമില്ല. പക്ഷേ ഫിഗറൊക്കെ മര്യാദയ്ക്ക് പഠിക്കണം, എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി പോവുക. ഇപ്പോൾ ഇതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. വലിയ എന്താ ആനക്കാര്യം നമ്മൾ എന്തെങ്കിലും പഠിച്ചോ? ഇല്ല, ചെറിയ കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ക്ലാസിഫിക്കേഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലുള്ള കാര്യം കഴിഞ്ഞു. അതായത് ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത് കഴിഞ്ഞ തവണത്തെ എക്സാമിന് ഏതോ ഒരു എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമുക്ക് നമ്പർ ഓഫ് മോഡ്സിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ മോഡെന്നും മൾട്ടി മോഡെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം മോഡ്സ് എന്താണ് മോഡ് എന്ന് നോക്കാം. മോഡ് എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇനി അത് നോക്കാം. ഈ മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നുള്ളത് എടുക്കണ്ട കേട്ടോ. ഓൺലി ഇൻ വൺ പാത്ത് എന്ന് എഴുതിക്കോ. മോർ ദാൻ വൺ പാത്ത് എന്ന് എഴുതിയാൽ മതി. ഈ ഡയറക്ഷൻ വേണ്ട. പാത്തായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ഡയറക്ഷൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാത്തായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ സിംഗിൾ മോഡും മൾട്ടി മോഡും പഠിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേർഡിൽ തന്നെയുണ്ട് 1, മൾട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ൽ കൂടുതൽ.
അത് മനസ്സിലായല്ലോ. ഇപ്പോൾ സിംഗിൾ മോഡും മൾട്ടി മോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. സിംഗിൾ മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടണൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഭയങ്കര ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ടണൽ, അതായത് ഭയങ്കര ചുരുങ്ങിയ ഒരു ടണൽ, അതിൽ കൂടെ നിങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒറ്റ ബൈക്ക് മാത്രമേ അതിൽ കൂടെ പോകുള്ളൂ. അതാണ് ഈ പോകുന്ന ഇത്. അതായത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡുള്ളതുപോലെ ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത്, അതാണ് നമ്മൾ ഒപ്റ്റിക് ഫൈബറിലുള്ള മോഡ് എന്ന് പറയുന്നത്. നമുക്ക് പോകാൻ ഇവിടെ റോഡ്, അവിടെ ലൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് അത് മോഡ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ടണലുണ്ട്, ഭയങ്കര നാരോ ആയിട്ടുള്ള ഭയങ്കര ചെറിയൊരു ടണലാണ്, അതിൽ കൂടെ ഒറ്റ ബൈക്കിനെ പോകാൻ പറ്റുള്ളെങ്കിൽ ആ ഒറ്റ ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ വലിയൊരു ടണൽ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൽ കൂടെ ഒന്നിൽ കൂടുതൽ ബൈക്കുകൾക്ക് എന്തായാലും പോകാം. കാരണം ഇവിടെ ഉള്ളതിനെക്കാട്ടും സൈസ് കൂടുതലാണ് ഇവിടെയുള്ള ടണലിന് എന്ന് പറയുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ ബൈക്കിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചില ബൈക്ക് പോകുമ്പോൾ എല്ലാവരും ഒരേപോലെയാണ് പോകുക, അല്ല, ചിലർ നേരെ പോകും, ചിലരിങ്ങനെ കുറച്ച് വളച്ചും പൊളിച്ചൊക്കെ പോകും, ചിലരിങ്ങനെ പറപ്പിച്ച് പോകും, ചിലർ വേണമെങ്കിൽ ചിലപ്പോൾ ഈ ഭിത്തിൻ്റെ സൈഡിൽ കൂടെ പോകും, അങ്ങനെയൊക്കെ ആയിരിക്കും പോവുക. അപ്പം ഒന്നിൽ കൂടുതൽ വഴികളിൽ കൂടെ പോകുന്ന മോഡിനെയാണ് മൾട്ടി മോഡ് എന്ന് പറയുന്നത്. ഇനി ഒറ്റ മോഡിലേ പോകാൻ വേണ്ടി പറ്റുള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടണലിൻ്റെ സൈസ് നാരോയും കുറച്ച് വലിയ ടണലിനൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സിംഗിൾ മോഡിൻ്റെ കേസിൽ ഈ ലൈറ്റ് എപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എന്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്? കോറിൻ്റെ ഉള്ളിൽ കൂടെയാണ്. കോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇനി മൾട്ടി മോഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ടണൽ എന്ന് പറയുന്നത് കുറച്ച് വലുതാണല്ലോ പറഞ്ഞത്. അപ്പോൾ മൾട്ടി മോഡ് ഫൈബറിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ കോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത് ഈ മൾട്ടി മോഡ് ഫൈബറും സിംഗിൾ മോഡ് ഫൈബറും. സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കേസിൽ കോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇനി ക്ലാഡിങ് കുറച്ച് വലുതായിരിക്കും. ഇനി മൾട്ടി മോഡിൻ്റെ കേസിൽ കോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു സിംഗിൾ മോഡ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇനി അതിൻ്റെ ക്ലാഡിംഗ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഉണ്ടാവില്ല കോറിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ഇവിടെ ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു ക്ലാഡിംഗ് അല്ലേ ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഇത് രണ്ടും കമ്പയർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത്രയ്ക്കൊന്നുമില്ല.